പാണക്കാട്ട് കുടുംബത്തിൽ എന്ന് പറയുന്നത് ഈ ശശി തരൂർ അത്ര ചില്ലറക്കാരനല്ല എന്നാണ്. തരൂരിനെ തഴയാൻ പറ്റില്ല. അങ്ങനെ പറയുമ്പോൾ അതിനകത്തുനിന്ന് വായിച്ചെടുക്കാൻ ചില കാര്യങ്ങളുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ പാണക്കാട് തങ്ങൾ പറഞ്ഞിരിക്കുന്നത് ശശി തരൂർ ക്രൗഡ് പുള്ളറാണെന്നാണ്. അപ്പോൾ ശശി തരൂരിനും ഇന്നലെ പുറത്തു വന്ന പോഡ്കാസ്റ്റിലൂടെ BJP-യിലേക്ക് താൻ ഇല്ല എന്ന രീതിയിലൊരു വ്യക്തമാക്കൽ നടത്തിയപ്പം പാണക്കാട് കുറച്ചുകൂടെ സ്വീകാര്യത വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെയും കൂടെ ഭാഗമാണ് ഈ തരൂരിനെയുള്ളൊരു പുകഴ്ത്തൽ. പിന്നെ തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ധൃതിയില്ല. തരൂർ തിരക്കിലല്ല. തരൂരിന് സമയം ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ തരൂർ ഉദ്ദേശിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ലൈം ലൈറ്റിൽ നിൽക്കുക, പലവിധ ഊഹാപോഹങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ചിത്രത്തിൽ നിറഞ്ഞു നിൽക്കുക. ഇന്ത്യൻ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിൽ വിശേഷിച്ചു 26 വരെ 26 ഏതാണ്ട് ആദ്യ പാദം വരെ, ആദ്യ മാസം വരെ എങ്കിലും തനിക്ക് മുന്നോട്ട് പോകാൻ ഇനി ഒരുപാട് സമയമുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് അറിയും. അതിനിടയ്ക്ക് തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പാർട്ടി തന്നെ ഒരു പരിഗണിക്കുകയാണെങ്കിൽ അവിടെയും ചില പ്രചരണങ്ങളിൽ പങ്കെടുക്കുകയും അണികളിൽ കൂടുതൽ വിശ്വാസ്യത ഉണ്ടാക്കാനായിട്ട് ഉള്ള ശ്രമം നടത്തുകയൊക്കെ ചെയ്യാമെന്ന് അദ്ദേഹത്തിന് പ്ലാനുണ്ട്. അതുകൊണ്ട് ശശി തരൂർ ഒട്ടും തിരക്കിലല്ല. പക്ഷേ അതോടൊപ്പം അദ്ദേഹം തൻ്റെ സാധ്യതകളുടെ വേരുകൾ എല്ലാ തലങ്ങളിലേക്കും വിടുന്നുണ്ട്. LDF-ലേക്കും മുസ്ലിം ലീഗിലേക്കും കോൺഗ്രസ്സിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ്സിലെ ആൾക്കാരുടെ പിന്തുണ കൂടുതൽ പിടിക്കാനും, അതായത് ഓപ്ഷൻസ് അദ്ദേഹത്തിനുണ്ട്. പക്ഷേ നിൽക്കുന്നിടത്ത് നിൽക്കണമെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടില്ല എന്നുള്ള ഒരു മെസ്സേജ് ആണ് അദ്ദേഹം കൊടുക്കുന്നത്. അപ്പോൾ ആ മെസ്സേജ് ഇത് പണ്ട് മുതലേ അദ്ദേഹത്തിൻ്റെ രീതി അങ്ങനെയാണ്. ഇപ്പോൾ 2006 അദ്ദേഹം 2006 ഡിസംബറോട് കൂടിയാണ് ഈ UN സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. അപ്പോഴും അദ്ദേഹം ഇതേ നിലപാടെടുത്തത്. അദ്ദേഹത്തിന് അറിയാം ബാൻ കി മൂണിൻ്റെ അടുത്ത് മത്സരിച്ച് കഴിഞ്ഞാൽ തറയെ തൊടില്ല എന്നറിയാം. കാരണം അന്ന് മിക്ക രാഷ്ട്രങ്ങളിൽ, പ്രത്യേകിച്ച് ഈ UN-ലെ വീറ്റോ പവറുള്ള 5 രാഷ്ട്രങ്ങളുടെ പോലും പിന്തുണയില്ല. അപ്പോൾ ഈ സ്ട്രോ പോൾ എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട് ആദ്യത്തെ, അതിൽ പോലും അദ്ദേഹം കടന്നുകൂടില്ല എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. എങ്കിലും അതിൽ ഉറച്ചു നിൽക്കുകയും താനൊരു UN സെക്രട്ടറി ജനറൽ സ്ഥാനാർത്ഥിയാണെന്നുള്ള രീതിയിൽ അദ്ദേഹം മുന്നോട്ട് വരികയും ആ പ്രചരണം അദ്ദേഹത്തിന് ലോകതലത്തിൽ, ആഗോളതലത്തിൽ ഒരു സ്ഥാനം, പേര് ഒക്കെ ഉണ്ടാക്കി കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ തന്നെ ആ പേര് ഇന്ത്യയിൽ നല്ലപോലെ അലയടിച്ചു. അപ്പോൾ കോൺഗ്രസ്സിലും അദ്ദേഹത്തിന് തലയെടുപ്പുള്ള നേതാവായിട്ട് ലാറ്ററൽ എൻട്രിക്കുള്ള ചാൻസ് കിട്ടി. അതിനുശേഷം ഇപ്പം 4 തവണ ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ചു. 4 തവണയും ജയിച്ചു. 4 തവണയും കോൺഗ്രസ്സുകാർ കാല് വാരിയിട്ടുണ്ടെന്നുള്ളത് അദ്ദേഹത്തിന് നല്ലപോലെ അറിയാം. കോൺഗ്രസ്സുകാർക്കും അറിയാം. ഇതിങ്ങനെ എന്നും ഇദ്ദേഹത്തിന് മാത്രം കൊടുത്താൽ പോരല്ലോ സ്ഥാനം. അതുകൊണ്ട് കോൺഗ്രസ്സുകാർ ആദ്യം മുതൽ കാല് വാരിയിട്ടുണ്ട്. പക്ഷേ കാല് വാരിയെങ്കിലും അദ്ദേഹത്തിൻ്റെതായ വോട്ടുകളുണ്ടായിരുന്നു. ഇപ്പോൾ പലരും പറയുന്ന പോലെ കോൺഗ്രസിൻ്റെ വോട്ട് കൊണ്ടാണ് അദ്ദേഹം ജയിച്ചതെന്ന് പറയാൻ പറ്റില്ല. കോൺഗ്രസിൻ്റെ ചിഹ്നം, കോൺഗ്രസിൻ്റെ പാർട്ടി സംഘടനയും ഘടകവും ഒക്കെ അതിനകത്ത് BJP വിരുദ്ധ ഇടതുപക്ഷ വോട്ടുകൾ ഇങ്ങോട്ടേക്ക് വന്നു കുറച്ച്. അതൊരു ഘടകം. പിന്നെ തീരദേശ വോട്ടുകൾ, തീരദേശ അത് വർഗീയമായിട്ട് തന്നെ കിട്ടിയതാണ്. കമ്മ്യൂണൽ വോട്ട്സ് ആയിരുന്നു. ആ കമ്മ്യൂണൽ വോട്ട്സ് കിട്ടി എന്നുള്ളതാണ് ഇവർ ഉയർത്തി പറയുന്നത്. ഞങ്ങൾ പറഞ്ഞില്ലായിരുന്നു, കിട്ടൂലായിരുന്നു തരൂർ എന്നൊക്കെ ഉള്ളതാണ് പറയുന്നത്. പക്ഷേ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. പിന്നെ ആർക്ക് വോട്ട് ചെയ്യാനാ? തോക്കാൻ പോകുന്ന പന്നീനെ വോട്ട് ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ ജയിക്കാൻ സാധ്യതയുള്ള രാജീവ് ചന്ദ്രശേഖർക്ക് വോട്ടും ചെയ്യുന്നില്ല. പിന്നെ ആർക്കാ വോട്ട് ചെയ്യേണ്ടത്? അപ്പോൾ പിന്നെ ഒരു ഓപ്ഷനേ ഉള്ളൂ, ശശി തരൂർ. ശശി തരൂർ അനഭിമതനായിരുന്നു സത്യം പറഞ്ഞാൽ. അതായത് ലാറ്റിൻ ക്രിസ്ത്യൻ്റെ ഇടയിൽ അനഭിമതനായിരുന്നു അദ്ദേഹം. പിന്നെ അവർ ഒരു ചോയ്സ്, ലാസ്റ്റ് ചോയ്സും ഫസ്റ്റ് ചോയ്സും ആയിട്ട് അവർക്കുണ്ടായിരുന്ന ഇതാണ്. ആ ചോയ്സിൽ വോട്ട് ചെയ്തു എന്നുള്ളതാണ് സത്യം. അത് പലരും വിസ്മരിക്കുകയാണ്. എന്നിട്ട് ഇപ്പോൾ ശശി തരൂരിനോട് വെല്ലുവിളിക്കുകയാണ്. ശശി തരൂരിന് ഇതൊക്കെ നല്ലപോലെ അറിയാം. അതായത് താഴെത്തട്ടിലെ കളി 4 തവണത്തെ ഇലക്ഷൻ കൊണ്ട് പഠിച്ചു. ആദ്യത്തെ ഇലക്ഷനിൽ തന്നെ അദ്ദേഹം ഒരുപാട് കാര്യം മനസ്സിലാക്കി. പൈസ ഇങ്ങനെ KPCC-ക്കും DCC-ക്കും ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല, അതൊക്കെ പോകേണ്ടത് താഴെത്തട്ടിലാണെന്ന് ആദ്യത്തെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി. നിങ്ങൾ തിരുവനന്തപുരത്തെ പ്രവർത്തകരോട് ചോദിച്ചു നോക്ക്, എങ്ങനെയാണ് അദ്ദേഹം സംഗതികൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. താഴെത്തട്ടിൽ പണം എത്തുന്നതിന് ഡയറക്റ്റായിട്ടുള്ള സംവിധാനങ്ങൾ അദ്ദേഹം ഉണ്ടാക്കി പ്രവർത്തകർക്ക്. പിന്നെ ചുവർ എത്ര എണ്ണം എഴുതി, എത്രയിടത്ത് പോസ്റ്റർ വെച്ചു. പോസ്റ്ററൊക്കെ അദ്ദേഹം തന്നെ തയ്യാറാക്കുകയാണ്. കട്ടൗട്ടുകൾ അദ്ദേഹം തന്നെ തയ്യാറാക്കുകയാണ്.
എന്നിട്ട് അത് താഴെത്തട്ടിലെത്തിക്കുക. ഇങ്ങനെയൊക്കെയുള്ള കളികളൊക്കെ അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. കോൺഗ്രസ്സുകാർ വിചാരിക്കുന്ന പോലെ അദ്ദേഹത്തിന് കളി അറിഞ്ഞൂടാത്തൊരു രാഷ്ട്രീയ നേതാവൊന്നുമല്ല. അദ്ദേഹം നന്നായിട്ട്, എനിക്ക് തിരുവനന്തപുരത്ത് ഈ റെസിഡൻസ് ഡിവിഷനുകളിലും ആയിട്ടുള്ള ബന്ധം കൊണ്ട് 30,000 റെസിഡൻസ് ഡിവിഷനുകളിൽ നിന്നുള്ള ഫീഡ്ബാക്കുകളൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. അതൊക്കെ വെച്ചിട്ട് ശശി തരൂർ അത്ര ചില്ലറ ആളൊന്നുമല്ല. അത് കോൺഗ്രസ്സുകാർ ഉദ്ദേശിക്കുന്നതിനേക്കാൾ. അപ്പോൾ ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു അഭിപ്രായം പറയുമ്പോൾ അതിനകത്ത് നമ്മൾ എന്തോ സംശയിക്കേണ്ടിയിരിക്കുന്നു. കേരള രാഷ്ട്രീയത്തിലേക്ക് തരൂര് ഫോക്കസ് ചെയ്യുന്നുമുണ്ട് എന്നാണ്. അതെ, ലീഗിനെ സംബന്ധിച്ചിടത്തോളം തരൂര് നല്ലൊരു കാൻഡിഡേറ്റാണ്. ലീഗിന് വളർച്ച കുറേ കാര്യങ്ങളിൽ അവർക്ക് ഒരു ഓപ്പൺ മൈൻഡുണ്ട്. കാരണം ഈ കേരളത്തിൽ വെറും രാഷ്ട്രീയം മാത്രം പറഞ്ഞുകൊണ്ട് പോകാൻ പറ്റില്ല എന്ന് ലീഗിന് മനസ്സിലായിട്ടുണ്ട്. ബേസ് വർദ്ധിപ്പിക്കണം. അത് തരൂർ പറയുന്നത് കറക്റ്റാണ്. നിലവിലെ ബേസ് വർദ്ധിപ്പിക്കണം. ഇല്ലെങ്കിൽ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ, ബെസ്റ്റ് എക്സാമ്പിൾ ഇരിക്കുകയല്ലേ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് നിങ്ങൾ നോക്കുക. 30-ൽ 17 LDF കൊണ്ടുപോയി, 12 UDF ജയിച്ചുള്ളൂ. അപ്പോൾ ഏതാണ്ട് ഈ അസംബ്ലി ഇലക്ഷനും ഇതുപോലെ വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് അതുപോലെ ഇരിക്കും. വലിയ വ്യത്യാസമൊന്നും വരില്ല. തരൂർ പറയുന്നത് വാസ്തവമാണ്. തരൂർ പറയുന്നതിൽ ഒരുപാട് വാസ്തവമുണ്ട്. ബേസ് വർദ്ധിപ്പിക്കണം, പ്രത്യേകിച്ച് യുവാക്കളിൽ. അത് ഈ യുവാക്കൾ എന്ന് പറയുന്നത് ഈ ഇപ്പോൾ ഇവർ പറയും പിന്നെ ഈ രാഷ്ട്രീയ ഇതര വോട്ടുകൾ അല്ലെങ്കിൽ അരാഷ്ട്രീയ വോട്ടുകൾ എന്നൊക്കെ പറയും. ഇപ്പം പിള്ളേരൊക്കെ അങ്ങനെയാണ്. പിള്ളേർക്കൊക്കെ വോട്ടെന്ന് പറഞ്ഞാൽ അവർ രാഷ്ട്രീയത്തിന് നോക്കിയല്ല, അവർ അരാഷ്ട്രീയ വോട്ട് തന്നെയാണ്. അരാഷ്ട്രീയം എന്ന് പറയുന്നതാണ് യഥാർത്ഥ രാഷ്ട്രീയം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അപ്പോഴത്തെ നമ്മുടെ താല്പര്യങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ, ഇതൊക്കെ നോക്കി തരൂരിനെ പോലുള്ള ഹൈ പ്രൊഫൈലുള്ള അതിലേക്ക് ആകർഷിക്കുന്നു. അതെ, അത് ശശി തരൂരിൻ്റെ ഹൈ പ്രൊഫൈലൊക്കെ ഇൻ ക്വസ്റ്റ്യൻ ആണ്. അത് പക്ഷേ അത് അദ്ദേഹം വളരെ മൂടുപടമിട്ട് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അദ്ദേഹം അത്ര വലിയൊരു വിശ്വപൗരനാണോ എന്നൊക്കെ ഉള്ളത് ഇപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്. അതൊക്കെ ചിലപ്പോൾ ശരിയായിരിക്കാം. പക്ഷേ അദ്ദേഹം അങ്ങനെയാണെന്നുള്ളത് അദ്ദേഹം സ്ഥാപിച്ചെടുത്തിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഈ 2006 സ്ഥാനാർത്ഥിത്വം മുതൽ, UN സെക്രട്ടറി ജനറൽ സ്ഥാനാർത്ഥിത്വം മുതൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഈ ലീഗ് തരൂരിൻ്റെ പിന്നിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് ചില സംശയങ്ങൾ ഉണ്ടാകുന്നത്. കാരണം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു മൂന്നാം വട്ടവും അധികാരമില്ലാതിരിക്കാൻ പറ്റത്തില്ല. അധികാരം മാത്രമല്ല, അവർക്ക് ഒരു മുഖ്യമന്ത്രി സ്ഥാനം നോട്ടമുണ്ട്. അപ്പോൾ ഇവിടെ 4 മുഖ്യമന്ത്രിമാർ കിടന്ന് കോൺഗ്രസ്സിൽ അടി കൂടിയാൽ അന്നേരം ലീഗിൻ്റെ 25 MLA-മാരോ ഒക്കെ ഈ തവണ ലീഗിന് കിട്ടുകയാണെങ്കിൽ അത് വളരെ നിർണായകമാണ്. ഒരു 25 MLA-മാർ അഭിപ്രായം പറയുന്നത് 70, 72, 75 ഒക്കെയുള്ള ഭൂരിപക്ഷം വരികയും അതായത് 25 MLA-മാർ നിർണായകമായ അഭിപ്രായം പറയുകയും ചെയ്താൽ ശശി തരൂരിന് അവിടെ നറുക്കില്ല എന്ന് പറയാൻ നോക്കില്ല. പിന്നെ അതിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഞങ്ങളായിക്കൊള്ളാം, ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയായിട്ട് താങ്കൾ നിന്നോളൂ എന്നും പാണക്കാടെന്ന് ഒരു തെട്ടൂരം വരാൻ ചാൻസ് ഉണ്ട്. അതും ശശി തരൂരിന് വിരോധം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനൊക്കെയുള്ള സാധ്യതകൾ പലതാണ്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർ നിൽക്കുന്ന മണ്ഡലങ്ങളൊക്കെ തന്നെ ഏതാണ്ട് വിജയം അവർക്ക് ഇത്തവണ അവർ കൂടുതൽ പിടിക്കാനായിട്ട് ശ്രമിക്കും. അവർക്ക് അറിയാം ഇത്തവണ കൂടുതൽ സീറ്റ് അവർ ചോദിച്ചു. കഴിഞ്ഞ തവണ അവർ പരാജയപ്പെട്ട് തന്നെ ഏതാണ്ട് ഒരു 1000-2000 വോട്ടുകളുടെ വ്യത്യാസത്തിൽ മാത്രമാണ്. UDF-ൽ പരാജയപ്പെട്ടതിൽ അങ്ങനെ 2000 വോട്ടിന് താഴെ മണ്ഡലങ്ങളുള്ളത് മുസ്ലിം ലീഗിൻ്റെ മണ്ഡലങ്ങളാണ്. അവർക്ക് ഈ ഇപ്പോഴുള്ള സീറ്റുകളുടെ എണ്ണം 20 ആക്കുന്നതിനോ 25 ആക്കുന്നതിനോ അവർക്ക് വിഷമമില്ല. 25 ആക്കണമെങ്കിൽ കുറച്ചുകൂടെ സീറ്റുകൾ അവർ കൊടുക്കേണ്ടി വരും. ഇത്തവണ കുറച്ചുകൂടെ കൂടുതൽ സീറ്റുകൾ അവർ ചോദിക്കും. അപ്പോൾ 25 സീറ്റ് പിടിക്കാനായിട്ട് അവർ ലക്ഷ്യമിടും. എങ്കിലേ അവരുടെ ഭാവി ആഗ്രഹങ്ങൾ സാധിക്കും. അവരുടെ ബാർഗനിങ് പവർ ഉണ്ടല്ലോ, അത് UDF-ന്റെ അടുക്കൽ വിജയിക്കും. ബാർഗനിങ് പവർ നല്ലപോലെ ഉണ്ട്. അത് LDF-ന്റെ അടുത്ത് വരെ വിജയിക്കും വേണമെങ്കിൽ. കാരണം വെച്ചാൽ LDF-ഉം അങ്ങനെയല്ലേ നിൽക്കുന്നത്. മൂന്നാം വട്ടം വരുമോ എന്നുള്ളൊരു പരിങ്ങലുണ്ട്. പരിങ്ങലെന്ന് വെച്ചാൽ അത് അത്ര ഈസി അല്ല. അങ്ങനെ വരുമ്പോൾ ലീഗ് എനിക്ക് തോന്നുന്നു 26-ലെ തെരഞ്ഞെടുപ്പിൽ നിർണായക ഘടകമാകും. അത് സംശയമില്ല. കേരള രാഷ്ട്രീയത്തിൽ ലീഗ് നിർണായക ഘടകമാണല്ലോ. ഈ പിണറായി വിജയൻ്റെ 2 ഊഴങ്ങൾ 87-ലെ ഇടതു ജനാധിപത്യ മുന്നണി, എല്ലാ വർഗീയ പാർട്ടികളെയും ഒഴിവാക്കിക്കൊണ്ടുള്ള ഇടതു ജനാധിപത്യ മുന്നണി ഭരണം, ഈ 2 പിണറായി സർക്കാർ ഒഴിച്ചാൽ ലീഗിന് ആധിപത്യമുണ്ട്. ഏത് ഇലക്ഷൻ നോക്കിയാലും നിങ്ങൾക്കറിയാം ലീഗ് ഇതുപോലെ മാറി നിന്ന സന്ദർഭമില്ല. 87-ൽ 5 വർഷം ഇങ്ങനെ മാറി നിന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ 2016-ലും 21-ലും ഇങ്ങനെ മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ ബുദ്ധിമുട്ട് ലീഗിനറിയാം. ഭരണമില്ലാത്തതുകൊണ്ട് തങ്ങൾ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും
തങ്ങളുടെ ആൾക്കാർക്കും പാർട്ടിക്കും ഒക്കെ നേടാൻ കഴിയാത്തത് അത് ലീഗിന് നല്ലപോലെ അറിയാം. അതുകൊണ്ട് ലീഗ് ആ അത് ലീഗിൻ്റെ ഓപ്ഷൻ വളരെ ക്ലിയറാണ്. ഭരണം പിടിക്കുക എന്നുള്ളതാണ് അവരുടെ ഓപ്ഷൻ. അതിന് ഈ കോൺഗ്രസിൽ നടക്കുന്ന ഇപ്പോഴത്തെ കളികൾ പോലും അവർക്ക് വലിയ വിഷമമുണ്ട്. അതിലൊക്കെ അവർ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നാൽ തരൂരിൻ്റെ ഒരു നില വളരെ പ്രധാനപ്പെട്ടതാണ്. അത്തരത്തിൽ തരൂർ ഇലക്ഷന് നിന്നില്ലെങ്കിൽ പോലും 26-ൽ ഇലക്ഷന് നിന്നില്ലെങ്കിൽ പോലും അവസാനം വരുന്ന ഒരു കൊട്ടിക്കലാശം ഉണ്ടല്ലോ, CM ആകുന്നതിലേക്കുള്ള കൊട്ടിക്കലാശം, 4 പേരോ 5 പേരോ ഒക്കെ ഒന്നിച്ച് മത്സരത്തിന് വന്നാൽ അവിടെ ഇതിലൊന്നും പെടാത്ത തരൂരിന് നറുക്ക് വീണുകൂടായില്ല എന്ന് തരൂരിനറിയാം. അതുകൊണ്ട് തരൂർ ഇപ്പം പണക്കാട് നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു കോളുണ്ടല്ലോ, ക്രൗഡ് പുള്ളർ അതെ എന്നുള്ള ആ കോള് തരൂർ ഇനി അതിനെ താലോലിക്കും. പറ്റിയ അബദ്ധം ഇനി ആവർത്തിക്കാതിരിക്കാൻ തരൂർ നോക്കും. അത് തരൂരിന് നല്ലപോലെ അറിയാം. തരൂരിന് ഇന്ത്യൻ രാഷ്ട്രീയം ഇപ്പോൾ പഠിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് കേരള രാഷ്ട്രീയം നല്ലപോലെ അറിയാം. അതിൽ ലീഗ് നിക്ഷിപ്ത താല്പര്യങ്ങളും കൂടെ പരിഗണിക്കപ്പെടുന്ന ഒരു സാധ്യത വന്നാൽ ലീഗിനും അങ്ങനെ പ്രത്യേക ബന്ധങ്ങളൊന്നുമില്ല. ഞങ്ങൾ CM ആയില്ലെങ്കിൽ ആവുമെങ്കിൽ അതാണ് വേണ്ടത്, ആയില്ലെങ്കിൽ പിന്നെ ആര് വേണമെന്നുള്ളത് അവർ തീരുമാനിക്കും. പിന്നെ ഒരു ഡെപ്യൂട്ടി CM ഒക്കെ തരൂരിന് കൊടുക്കുന്നതിനും ലീഗിന് നിർണായകമായ പങ്കുണ്ട്. അത് അവർ CM വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ അവർ ഡെപ്യൂട്ടി CM തീർച്ചയായിട്ടും തരൂരിനെ ആയിരിക്കും പ്രിഫർ ചെയ്യുക. കാരണം ഒരു ഗ്ലാമർ ഗവൺമെൻറ് ഉണ്ടാക്കണം എന്നുള്ളത് ലീഗിൻ്റെ ഒരു താല്പര്യമാണ്. ഒരു ഗ്ലാമർ ഗവൺമെൻറ്റിന് പറ്റിയ ഒരാളാണ് തരൂർ. അദ്ദേഹത്തെ മുൻനിർത്തിയാൽ ആ ഒരു ഗ്ലാമർ ഇമേജ് കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ പെട്ടെന്ന് കിട്ടും. ഒന്നും പറയാനില്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളത് അപ്പോഴും രംഗത്ത് വരും. അത് പിന്നെ ലീഗിൻ്റെ ഒരു വളർച്ചയ്ക്ക് ഇടയാക്കി. അല്ല, ലീഗ് നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട്, അവരുടെ വളർച്ചയ്ക്കൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ ഇപ്പം ഭരണമില്ലാത്തതുകൊണ്ട് അവർക്ക് ചെറിയൊരു മങ്ങലുണ്ട്. ആ മങ്ങൽ അവർ മാറ്റിയെടുക്കാനായിട്ടാണ് 26-ലെ ഇലക്ഷനും 25-ലെ തദ്ദേശ സ്വയംഭരണ അവസാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളും അവർ മുതൽക്കൂട്ടാക്കാൻ പോകുന്നത്. എന്തായാലും തരൂരിന് 26 വരെ സാവകാശമുണ്ട്. തരൂർ ധൃതിയിലല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.